ഇപ്പം രണ്ടറ്റവും കുട്ടിമുട്ടിയില്ലേ? ഏതെങ്കിലും ഒരു കുടുംബം നോക്കി നടത്തുന്നവനായിരിക്കും അവൻ. അപ്പോൾ അവൻ്റെ അറ്റൻ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി. അവൻ ഒരു നിമിഷം വിചാരിച്ചിട്ടുണ്ടാവും ഇതുപോലെ സംഭവിക്കുമെന്ന്. അവൻ എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡിലിട്ട് ആലോചിച്ചിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന ഒരുത്തനായിരിക്കില്ല അവൻ. അവൻ ഒരു നിമിഷം, ഒരു സെക്കൻഡ് വിചാരിച്ചിട്ടുണ്ടാവും ഇതുപോലെ സംഭവിക്കുമെന്ന്. ഇനി അവനൊന്ന് മരിച്ചു പോയിട്ടില്ലെങ്കിൽ അവന് സാരമായ പരിക്കുണ്ട് അവന്. അവൻ മരിച്ചു പോയിട്ടില്ലെങ്കിൽ അവനൊന്ന് രണ്ട് കാലം എഴുന്നേറ്റ് നിൽക്കാൻ എത്ര സമയമെടുക്കും? കേരളത്തിൽ 60, 65, 70 മാക്സിമം സ്പീഡേ ഉള്ളൂ ബസ്സുകൾക്ക്, ഇതുപോലെയുള്ള വലിയ വണ്ടികൾക്ക്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ SLD വെക്കാത്തത് വണ്ടി, ഈ സ്പീഡ് ലിമിറ്റ് ഡിവൈസ്? ഇതൊന്ന് വെച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിന് മേലെ സ്പീഡിൽ പോകാൻ പറ്റില്ല. അതേപോലെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്തിനാ ഒരുത്തൻ കാറിന് വല്ല കൂളിങ്ങോ എന്തേലും ഒന്ന് കാട്ടിക്കൂട്ടിയാൽ അവൻ്റെ പുറകെ പോയി അവനെ എങ്ങനെയൊക്കെ പിഴിയാന്നല്ലാതെ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ? നിങ്ങൾ ആ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ആ റൂട്ടുകളൊക്കെ ഒന്ന് പോയി നോക്ക്. ഈ ബസ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവർ രാത്രിയൊക്കെ കാണാൻ അവർ ബ്രൈറ്റ് അടിച്ച് കാണിക്കും. നമ്മൾ വല്ല പറമ്പിലേക്കും എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ ചത്ത് നമ്മളെ വണ്ടിയും നമ്മളെയും കൊലച്ച് അവരെറിയും. അങ്ങനെ ഇവർ പോകുന്നത്. എന്താണ് സാർ നിങ്ങൾ എത്ര കാലമായി? ഞങ്ങളും ജീവിക്കാനും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ നിരത്തിലൂടെ കടന്ന് ഓടുന്നത്. ഇനിയും നിങ്ങൾ ഇതിനൊന്നും ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഓരോ വർഷവും എത്രത്തോളം ജീവനായി നാട്ടിൽ ഇല്ലാതാവുന്നത് ഒന്ന് മനസ്സിലാക്കണം സാർ. ഇതിനെതിരെ ഒന്ന് നടപടി എടുക്കണം സാർ. ഇപ്പം എല്ലാവരോടും എല്ലാം പറഞ്ഞ പോലെ.